Next is the lead through programming. Lead through programming means, just as the name suggests, പ്രോഗ്രാമിംഗ് നടത്താൻ വേണ്ടിയിട്ട് പ്രോഗ്രാമർ റോബോട്ടിനെ ലീഡ് ചെയ്യും. അതായത് നമ്മൾ സാധാരണ ഒരു പെറ്റ് ആനിമൽ, ലെറ്റ്സ് സേ ഡോഗ്, നമ്മളൊരു ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ, ഡോഗിനെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വാ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ വിസിൽ ഊതുമ്പോഴത്തേക്ക് ഓടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന മാതിരി ലീഡ് ത്രൂ പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ റോബോട്ടിനെ ബേസിക്കലി ലീഡ് ചെയ്യുകയാണ്. വി ആർ ട്രൈങ് ടു ടീച്ച് ഇറ്റ് ഹൗ ടു മൂവ്. Okay, here the motion of the robot is recorded as it is made to perform various motions needed to complete a task. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടർ കൺട്രോൾ കാറുണ്ട്. ആ കമ്പ്യൂട്ടർ കാറിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോയി അവിടെ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് അവിടുന്ന് മൂന്നാമത്തെ പോയിന്റിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണമെന്നുള്ളത് ഞാൻ ആ റോബോട്ടിനെ, അതായത് ആ ഒരു കാറിനെ ഞാൻ റിമോട്ട് കൺട്രോൾ കാറിൻ്റെ റിമോട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ ഓടിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കാറിനെ കൊണ്ടുപോയി അവിടെ ഒരു ജോലി ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ അടുത്ത പോയിന്റിലോട്ട് കൊണ്ടുപോയി അവിടെയും വേറൊരു ജോലി ചെയ്യിപ്പിച്ചതിന് ശേഷം അതിനെ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ അവിടെ കൊണ്ടുവന്നെങ്കിൽ ഇത്രയും ചെയ്ത ഞാൻ റിമോട്ട് കൺട്രോളിൽ ഞെക്കി ഈ റോബോട്ടിക് കാറ് മൂവ് ചെയ്ത മോഷൻ മൊത്തവും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഞാൻ ഈ റിമോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഫുൾ പാത്ത് മോഷൻ അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ റിമോട്ട് യൂസ് ചെയ്ത് തന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. പഠിപ്പിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം പ്ലേ ബാക്ക് ചെയ്യും. വൺസ് അഗെയിൻ ആ മെമ്മറി യൂസ് ചെയ്തിട്ട് ഈ കാർ അതേപോലെ അതാത് സ്ഥലങ്ങളിൽ പോയി ഇതാത് ജോലികൾ ചെയ്ത് തിരിച്ചു വരും. ഞാൻ ഫസ്റ്റ് എങ്ങനെ ചെയ്തോ അതേപോലെ തിരിച്ച്. സോ ഹിയർ ദ മോഷൻ ഓഫ് ദ റോബോട്ട് ഈസ് റെക്കോർഡഡ് ആസ് ഇറ്റ് ഈസ് മെയ്ഡ് ടു പെർഫോം വേരിയസ് മോഷൻസ് നീഡഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. അപ്പോൾ ഇതിനകത്ത് ഈ റോബോട്ടിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാണ്? പ്രോഗ്രാമർ. അപ്പോൾ ശരിക്കും പ്രോഗ്രാമറിന് പ്രോഗ്രാമിങ്ങിൻ്റെ വലിയ സ്കില്ലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആ ജോലി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ പ്രോഗ്രാമറിന് മനസ്സിലായാൽ മതി. അപ്പം so once this is done and the sequence of motion is recorded in the memory, subsequently it is played back for repeating the same set of motions and to repeatedly perform the task again and again. അത് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ആദ്യം അതിനെ കാണിച്ചു കൊടുത്ത, അതിനെ ലീഡ് ത്രൂ ചെയ്ത് കാണിച്ചു കൊടുത്ത സീക്വൻസ് ഓഫ് മോഷൻസ് അത് റെക്കോർഡ് ചെയ്തു വെച്ചു. അത് കാരണം. ഇനി ഈ പ്രൊസീജിയറിൽ 2 ടൈപ്പ് ലീഡ് ത്രൂ ഉണ്ട്. ഒന്ന് പവേർഡ് ഉണ്ട്, ഒന്ന് മാനുവൽ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പവേർഡ് ലീഡ് ത്രൂവിനകത്ത് നമ്മുടെ കയ്യിലൊരു ടീച്ച് പെൻഡൻ്റ് ഉണ്ട്. അപ്പോൾ പവേർഡ് ലീഡ് ത്രൂ എപ്പോഴാണ്? പവേർഡ് ലീഡ് ത്രൂവിനകത്ത് വലിയ ഒരു റോബോട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നൊരു റോബോട്ടിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ഒരു റിമോട്ട് യൂസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടീച്ച് പെൻഡൻറ്റ്. ടീച്ച് പെൻഡൻറ്റ് എങ്ങനെ ഇരിക്കും? ആ ടീച്ച് പെൻഡൻറ്റ് ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഈ ടീച്ച് പെൻഡൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പവേർഡ് ലീഡ് ത്രൂവിൻ്റെ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ റോബോട്ടിനെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ടീച്ച് പെൻഡൻറ്റ്. ടീച്ച് പെൻഡൻറ്റ് എന്താണ്? ബേസിക്കലി ഒരു റിമോട്ട്. ആ റോബോട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിമോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കുറേ കീസ് ഉണ്ട്. ഓരോ കീസിനും പല ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇറ്റ് ഇസ് നോ നീഡ് ഫോർ യു ടു ആക്ച്വലി സ്റ്റഡി ദ all the things that are there in a teach pendant because അത് കമ്പനി ടു കമ്പനി മാറും. എനിവേ ഇതിനകത്ത് പല ഫങ്ഷൻസും അതും ഇതും റോബോട്ടിൻ്റെ ഒരു ജോയിൻറ്റിനെ ലൂസാക്കുക അല്ലെങ്കിൽ മറ്റേ ജോയിൻറ്റിനെ ഇത്രയും ഡിഗ്രിയിൽ മൂവ് ചെയ്യുക, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീച്ച് പെൻഡൻറ്റിനെ പറ്റി ചെയ്യും. അപ്പം ജസ്റ്റ് ലൈക്ക് എ റിമോട്ട്, ഈ ടീച്ച് പെൻഡൻറ്റ് ഈസ് എ ഹാൻഡ് ഹെൽഡ് കൺട്രോൾ ബോക്സ് ദാറ്റ് അലൗസ് ദ കൺട്രോൾ ഓഫ് ഈച്ച് ജോയിൻറ്റ് ഓഫ് ദ മാനിപ്പുലേറ്റർ. ഇപ്പോൾ നമ്മുടെ മാനിപ്പുലേറ്റർ, ഇപ്പോൾ നമ്മളൊരു മാനിപ്പുലേറ്റർ ആം എടുക്കുമ്പോൾ നമുക്കറിയാം 3 ജോയിൻറ്റ് കഴിഞ്ഞാൽ ഒരു റിസ്റ്റാണ്. റിസ്റ്റിനകത്ത് അടുത്ത 3 ജോയിൻറ്റ്. സോ ടോട്ടൽ 3 + 3 6 ജോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആ 6 ജോയിൻറ്റ്സിന് എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ ടീച്ച് പെൻഡൻറ്റ് വെച്ച് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ അതിനെ റോബോട്ടിനെ പഠിപ്പിക്കും. സോ വാട്ട് ഡസ് ദിസ് ടീച്ച് പെൻഡൻറ്റ് കൺസിസ്റ്റ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടോഗിൾ സ്വിച്ചസ്, ഡയൽസ് ആൻഡ് ബട്ടൺസ് വിച്ച് ദ പ്രോഗ്രാമർ ആക്ടിവേറ്റ്സ് ഓർ സ്വിച്ചസ് in a coordinated fashion to move the manipulator to the required positions in the workplace. But once this is done,
The powered lead through is the most commonly used nowadays and is usually limited to point motion like spot welding, machine loading, unloading, rather than continuous motions. Continuous motions means if you would see certain robots, they are continuously keeping on moving. But ടീച്ച് പെൻഡൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പവേർഡ് ലീഡ് ത്രൂവിനകത്ത് നമുക്ക് ഒരുപാട് മോഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സ്ട്രേറ്റ് ലൈൻ മോഷൻസ് കുറേയൊക്കെ ചെയ്ത് വെക്കാം. കുറച്ചും കൂടി നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, കേർവ്ഡ് മൂവ്മെൻറ്റ്, അതായത് എന്താ പറയുന്നത്, നമ്മുടെ എൻഡ് എഫക്ടർ ഓഫ് ദ മാനിപ്പുലേറ്റർ കുറച്ചും കൂടി കേർവ്ഡ് ആയിട്ടൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് വി യൂസ് is the manual lead through method, or what is called as the walk through method, which requires the operator to physically move the manipulator to the motion sequence. അതായത് പ്രോഗ്രാമർ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അതിൻ്റെ കൈ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കില്ല, ഇങ്ങനെ ചെയ്യും പിന്നെ അങ്ങനെ ചെയ്യും, അതേപോലെ അതിനെ മാനുവലി റോബോട്ടിനെ പിടിച്ചിട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം ഒരു റോബോട്ടിനെ മാനുവലി പിടിച്ച ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തി ഉണ്ടാവത്തില്ല. അതാണ് ഈ പവേർഡ് ലീഡ് ത്രൂവിലോട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ മാനുവൽ ലീഡ് ത്രൂവിൽ അത്രയും ചെറിയ സൈസ് ഓഫ് റോബോട്ടേ കാണുകയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മോഷൻസ് കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. കാരണം ആൾ തന്നെ ഇങ്ങനെ ഇപ്പം നമ്മളൊരു കാറ് റിമോട്ട് യൂസ് ചെയ്തിട്ട് ഓടിക്കുന്നതും ഒരു കാറിനെ വെറുതെ കൈ വെച്ചിട്ട് ഓടിക്കുന്നതും തമ്മിൽ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും ആക്യുറസിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ കൈ വെച്ചിട്ട് നമ്മൾ ആ റിമോട്ട് കൺട്രോൾ കാറ് കൈ വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഓടും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും മാനുവൽ ലീഡ് ത്രൂവിനകത്ത് കിട്ടുന്നത്. പക്ഷേ അത് ഒരു സൈസ് ഓഫ് റോബോട്ട്സിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാളും വലിയ സൈസ് ഓഫ് റോബോട്ട് ആവുകയാണെങ്കിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ കണ്ടിന്യൂസ് പാത്ത് പ്രോഗ്രാമിംഗ് വേർ ദ മോഷൻ സൈക്കിൾ ഇൻവോൾവ്സ് സ്മൂത്ത് കോംപ്ലെക്സ് curvilinear motions or movements of the robotic arm. For example, spray painting, continuous arc welding. അപ്പോൾ ഇതിനകത്ത് സ്പ്രേ പെയിൻറ്റിങ് നമുക്കറിയാം എങ്ങനെ കൈ ഇങ്ങനെ വീശിയാണ് നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ റോബോട്ടും ചെയ്യണമെങ്കിൽ അതിനെ സിഗ് സാഗ് എന്ന് പറഞ്ഞിട്ട് സ്ട്രേറ്റ് ലൈൻസിൽ അതിനെ ചെയ്താൽ ശരിയാവുമോ? ശരിയാവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനുവൽ ലീഡ് ത്രൂ മെത്തേഡിൽ കൂടെ അതിനെ പഠിപ്പിച്ചു കൊടുക്കുക. സോ ഇൻ ദിസ് മെത്തേഡ് ദ പ്രോഗ്രാം ഹാസ് ടു ഫിസിക്കലി ഗ്രാസ്പ് ദ റോബോട്ട് ആം ആൻഡ് so it could be difficult to move through the sequence in case of a large robots. So large robotന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ പകരക്കാരനായിട്ടുള്ള ഒരു ചെറിയ റോബോട്ട് ഉണ്ടാക്കും. So a special programming device which has the same joint configuration as the actual robot is substituted for the actual robot. So ഇപ്പം സാധാരണ ഒരു വലിയ റോബോട്ടിക് ആം ആണെങ്കിലും അതിൻ്റെ ജോയിൻറ്റ് 6 ജോയിൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ 6 ജോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ മോഡൽ ഉണ്ടാവും. ആ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതേ മൂവ്മെൻറ്റ് അതിനെ പഠിപ്പിച്ചു കൊടുക്കും. സോ കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റും. സോ ഇതിനകത്ത് ടീച്ച് പെൻഡൻറ്റ് യൂസ് ചെയ്യുന്നില്ല. സോ ദ അഡ്വാൻറ്റേജ് ഓഫ് ലീഡ് ത്രൂ പ്രോഗ്രാമിംഗ് ഇസ് ദാറ്റ് ദർ ഇസ് നോ സ്പെഷ്യൽ പ്രോഗ്രാമിംഗ് സ്കിൽ ഓർ ട്രെയിനിങ് റിക്വയർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ലാംഗ്വേജ് പഠിക്കുകയൊന്നും ഒരു ആവശ്യമില്ല അല്ലേ. ഇറ്റ് ഈസ് ഈസി ടു ലേൺ. But what are the disadvantages? It's difficult to achieve high accuracy straight line movements because as I told you നമ്മൾ ടീച്ച് പെൻഡൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇവൻ കൈ യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവുമ്പോഴും അത്രയ്ക്ക് ആക്യുറസി ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല ഒരിക്കൽ നമ്മളിതിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കളയാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. വി കനോട്ട് or it is difficult to edit the unwanted operator moves. Whatever has been taught it will do. അപ്പോൾ അതിനകത്ത് ചെറിയൊരു തെറ്റ് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ട്, അത് ഹാംലെസ് ആയിട്ടുള്ളൊരു തെറ്റാണെങ്കിൽ അത് നീക്കണമെങ്കിൽ വീണ്ടും അതിനെ പഠിപ്പിച്ചു കൊടുക്കണം. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എഡിറ്റ്. പിന്നെ ലോജിക് എബിലിറ്റി കുറവാണ്. ലോജിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് വന്നിരിക്കുന്ന മെറ്റീരിയൽ റെഡ് ആണെങ്കിൽ അതിനെ പിക്ക് ചെയ്യുക എന്നുള്ളൊരു ലോജിക്ക് അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. അതേസമയം നമുക്ക് ഒരു പിക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റോബോട്ടിനെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ വന്നിരിക്കുന്നതിനെ റെഡ് ആണോ ബ്ലൂ ആണോ എന്ന് തിരിച്ചറിയാൻ, അതായത് ഒരു ലോജിക്കൽ എബിലിറ്റി പ്രോഗ്രാമിങ്ങിന് കൊടുക്കാൻ ഡിഫിക്കൽട്ടാണ് ലീഡ് ത്രൂ പ്രോഗ്രാമിങ്ങിൽ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സിങ്ക്രണൈസ് വിത്ത് അതർ മെഷീൻസ് ഓർ എക്യുപ്മെൻറ്റ്സ് ഇൻ എ വർക്ക് സെൽ. കാരണം ഇപ്പം നമ്മൾ ഒരു മെഷീനുണ്ട്, അടുത്ത മെഷീൻ, മൂന്നാമത്തെ ഒരു മെഷീൻ, അങ്ങനെ 3 റോബോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു റോബോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് രണ്ടാമത്തെ റോബോട്ടിൻ്റെ മൂവ്മെൻറ്റ് വരണം. അങ്ങനെ ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരണമെങ്കിൽ ആ 3 റോബോട്ടിനെ 3 ഓപ്പറേറ്റേഴ്സ് ഒന്നിച്ച് അതേപോലെ റെക്കോർഡ് ചെയ്താൽ മാത്രമേ ആ 3 സിങ്ക്രണൈസ്ഡ് ആയിട്ട്
വർക്കാവത്തുള്ളൂ. അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ് ഇൻ ദിസ് കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ്. ഒരേപോലെ ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നു, അടുത്ത റോബോട്ട് അത് വന്ന് മേടിക്കുന്നു, അതിനു വേണ്ടിയിട്ട് 3 ഓപ്പറേറ്റേഴ്സ് ഒന്നിച്ച് നിന്ന് ഒരാൾ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നു, മറ്റേ ആൾ വേറെ സെക്കൻഡ് റോബോട്ട്, മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ 3 പേരും കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണെങ്കിൽ അത് സിങ്ക്രണൈസേഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. ദെൻ ഇറ്റ് റിക്വയേഴ്സ് എ ലാർജ് മെമ്മറി. സോ ദീസ് ആർ ദ മേജർ disadvantage, and the robot cannot be used in production while it is being programmed. അതാണ് ഇതിൻ്റെ, അതായത് നമ്മളതിനെ ഓൺലൈൻ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മൊത്തം അസംബ്ലിയിലുള്ള ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും നിർത്തണം. സോ ഇറ്റ് ഈസ് എ waste of time for the assembly, and also these are the disadvantages